Hi students, welcome to the lecture. Today we will be dealing with Bowen model. So without much delay, let's move on to the topic Bowen model. Bowen model. Bowen model has more functioning significance since it establishes that when public good or social goods are produced under conditions of increasing cost, the opportunity cost of private good is foregone. സോ നമ്മൾ ലിൻഡാൽ പ്രൈസിങ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഒരു വോളണ്ടറി എക്സ്ചേഞ്ച് മോഡലാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ബോവൻ മോഡൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ പബ്ലിക് ഗുഡ്സ് അല്ലെങ്കിൽ സോഷ്യൽ ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസിങ് കോസ്റ്റ് എന്ന കണ്ടീഷൻസിൻ്റെ പുറത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതായത് ഓരോ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഓരോ സോഷ്യൽ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ഇൻക്രീസിങ് കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു കോസ്റ്റ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പ്രൈവറ്റ് ഗുഡ് വേണ്ടാന്ന് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഇതിലൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ബോവൻ മോഡൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ചും കൂടി ഫങ്ഷനിങ് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു മോഡലാണ്. അതെന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? പബ്ലിക് ഗുഡ്സ് അല്ലെങ്കിൽ സോഷ്യൽ ഗുഡ്സ് ഇൻക്രീസിങ് കോസ്റ്റിൻ്റെ കണ്ടീഷൻ്റെ കീഴിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്നും അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഗുഡ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇവിടെ ബാധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതുമാണ് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. ഇതാണ് നമ്മുടെ ഈ ഒരു ബോവൻ മോഡലിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് രണ്ട് സൈഡ് കാണാനായിട്ട് സാധിക്കും. എക്സ് ആക്സിസിൽ സോഷ്യൽ ഗുഡ്സും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ പ്രൈവറ്റ് ഗുഡ്സും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോഷ്യൽ ഗുഡ്സും ഉണ്ട്, പ്രൈവറ്റ് ഗുഡ്സും ഉണ്ട്. അതേപോലെ തന്നെ വൈ ആക്സിസിൽ നമുക്ക് എന്തൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു? ഈ ഒരു സൈഡിൽ പ്രൈസ് ഓഫ് പ്രൈവറ്റ് ഗുഡ്സും ദെൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പ്രൈസ് ഓഫ് സോഷ്യൽ ഗുഡ്സും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവ കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് വായിച്ചിട്ട് ഇവിടെ വന്നിട്ട് ക്ലിയർ ആണെന്ന് നോക്കാം. ഓക്കെ. For example, if there is one public good and two taxpayers, രണ്ട് taxpayers-ഉം ഒരു പബ്ലിക് ഗുഡുമാണ് ഉള്ളത്, ആൻഡ് ദെയർ ഡിമാൻഡ് ഫോർ പബ്ലിക് ഗുഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ അവരുടെ ഡിമാൻഡാണ് എ എന്നും ബി എന്നും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ടാക്സ് പേയേഴ്സാണ്, ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും. ഇവർക്ക് ഒരൊറ്റ പബ്ലിക് ഗുഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദെയർ ഫോർ എ പ്ലസ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ടാക്സ് പേയേഴ്സിൻ്റെയും ടോട്ടൽ ഡിമാൻഡ് ഫോർ പബ്ലിക് ഗുഡാണ്. ആൻഡ് ദ സപ്ലൈ കർവ് ഈസ് ഷോൺ ബൈ എ ഡാഷ് പ്ലസ് ബി ഡാഷ്, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് ഇൻക്രീസിങ് കോസ്റ്റ്. സോ സപ്ലൈ കർവ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. സപ്ലൈ കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവാണ്. അതിന് കാരണം എന്താണ്? ഓരോ തവണയും നമ്മൾ പബ്ലിക് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇൻക്രീസിങ് കോസ്റ്റ് ആണ് ഉണ്ടാവുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സപ്ലൈ കർവ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ the production cost of public good is the value of foregone private goods. So ഈ പബ്ലിക് ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നതിനുള്ള ചിലവെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് ഗുഡ്സ് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് തുല്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് എ പ്ലസ് ബി, അതായത് ടോട്ടൽ ഡിമാൻഡ് ഫോർ പബ്ലിക് ഗുഡ് ഈസ് ഓൾസോ ദ ഡിമാൻഡ് കർവ് ഓഫ് പ്രൈവറ്റ് ഗുഡ്സ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? എ പ്ലസ് ബി എന്ന് പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ഡിമാൻഡ് ഫോർ പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് ഗുഡ്സിൻ്റെയും ഡിമാൻഡ് കർവാണ്. കാരണം എന്താണ്? ഈ എ പ്ലസ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് പബ്ലിക് ഗുഡ്സ് ആണ്. അത് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് ഗുഡ്സ് വേണ്ട എന്ന് വെക്കുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഓഫ് എ പ്ലസ് ബി, അതായത് പബ്ലിക് ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ടോട്ടൽ ഡിമാൻഡ് കർവ് ഈക്വൽ ടു പ്രൈവറ്റ് ഗുഡ്സിൻ്റെ ഡിമാൻഡ് കർവ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് what happens next? The intersection of the cost and demand curve is at B determines how a national income should be divided between social and private goods. So എന്താണ് ഈ ഒരു കോസ്റ്റും അതുപോലെ തന്നെ ഡിമാൻഡ് കർവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന പോയിൻ്റാണ് ബി എന്ന് പറയുന്നത്. ആൻഡ് ആ പോയിന്റിലാണ് എന്ത് സംഭവിക്കുന്നത്? പ്രൈവറ്റ് ഗുഡും അതേപോലെ തന്നെ സോഷ്യൽ ഗുഡും എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ആൻഡ് ഹെൻസ് ദർ ഷുഡ് ബി ഒ ഇ പബ്ലിക് ഗുഡ് ആൻഡ് ഇ എക്സ് പ്രൈവറ്റ് ഗുഡ്സ്. ഓക്കെ, അത് അത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിത് ഗ്രാഫിക്കലിയും കൂടി പോയി നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകും. ആൻഡ് സിമിൾട്ടേനിയസ്ലി the tax shares A and B are determined by their individual demand schedules. സോ ഓരോ വ്യക്തിയുടെയും ഇൻഡിവിജ്വൽ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് അവരുടെ ടാക്സ് ഷെയർസ് തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, ദ ടോട്ടൽ ടാക്സ് റിക്വയർമെൻറ്റ് ഓഫ് എ ഈസ് എ ബി ഇ ഒ. എ ബി ഇ ഒ എന്ന് പറയുന്നതാണ് ടോട്ടൽ ടാക്സ് റിക്വയർമെൻറ്റ് ഓഫ് ആര്? എ. ആൻഡ് ജി സി ഇ ഒ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്
ടോട്ടൽ ടാക്സ് വിച്ച് ഈസ് വില്ലിംഗ് ബൈ ബി ടു പേ, അതായത് FDEO എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, then we are moving back to the slide where the graph is there. Okay, here we can see that ഇവിടെ എന്തൊക്കെയുണ്ട്, എക്സ് ആക്സിസും ഉണ്ട് വൈ ആക്സിസും ഉണ്ട്. അതിൽ എക്സ് ആക്സിസിൽ സോഷ്യൽ ഗുഡ്സും ഉണ്ട് പ്രൈവറ്റ് ഗുഡ്സും കാണിച്ചിട്ടുണ്ട്. വൈ ആക്സിസിൻ്റെ റൈറ്റ് സൈഡിൽ പ്രൈസ് ഓഫ് പ്രൈവറ്റ് ഗുഡ്സ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ പ്രൈസ് ഓഫ് സോഷ്യൽ ഗുഡ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ നമുക്ക് എ എന്നും ബി എന്നും പറഞ്ഞിരിക്കുന്ന രണ്ട് കർവുകൾ കാണാനായിട്ട് സാധിക്കും. എന്താണ് എ എന്നും ബി എന്നും പറയുന്ന രണ്ട് കർവുകൾ. സോ നമ്മുടെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ മോഡലിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, രണ്ട് ടാക്സ് പേയേഴ്സും ഒരൊറ്റ പബ്ലിക് ഗുഡുമാണ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്, രണ്ട് ടാക്സ് പേയേഴ്സും ഒറ്റ പബ്ലിക് ഗുഡ്, ഒരു പബ്ലിക് ഗുഡുമാണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ പബ്ലിക് ഗുഡിനുള്ള ടാക്സ് പെയർ എയുടെ ഡിമാൻഡ് കർവാണ് ഈ സ്മോൾ എ വെച്ച് കാണിച്ചിരിക്കുന്നത്, ആൻഡ് ബിയുടെ ഡിമാൻഡ് കർവാണ് ഈ സ്മോൾ ബി വെച്ച് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ടോട്ടൽ പബ്ലിക് ഗുഡ് റിക്വയർമെൻ്റ് ആണ് A+B എന്ന് പറഞ്ഞിരിക്കുന്നത്. A+B എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അവരുടെ ടോട്ടൽ പബ്ലിക് ഗുഡ് റിക്വയർമെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു സപ്ലൈ കർവ് ഉണ്ട്. ഇവിടെ സപ്ലൈ കർവ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇൻക്രീസിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പബ്ലിക് ഗുഡ് ആണ്. സോ അതൊരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. അത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് A'+B' ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് A'+B' കണ്ടു, A+Bയും കണ്ടു. സോ ഈ A'+B' എന്ന് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റും A+B എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡിമാൻഡുമാണ്. സോ ഈ കോസ്റ്റും അതേപോലെ തന്നെ ഡിമാൻഡും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻ്റാണ് ബി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ആൻഡ് ഈ പോയിന്റിലാണ് എത്രത്തോളം സോഷ്യൽ ഗുഡ്സും എത്രത്തോളം പ്രൈവറ്റ് ഗുഡ്സും വേണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പോയിന്റാണ് ഇതിൻ്റെ ബവൻ മോഡലിൻ്റെ ഒരു ഇക്വിലിബ്രിയം പോയിന്റ്. അവിടെ എന്താണ്, എത്ര സോഷ്യൽ ഗുഡ്സ് വേണമെന്നും എത്ര പ്രൈവറ്റ് ഗുഡ്സ് ഡിസൈറബിൾ ആണെന്നും തീരുമാനിക്കപ്പെടുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇവിടെ നമുക്ക് നെക്സ്റ്റ് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യം ടാക്സിങ് ആണ്. സോ ഓരോ വ്യക്തിക്കും എത്ര എമൗണ്ട് ഓഫ് ടാക്സ് പേ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് അവരുടെ പബ്ലിക് ഗുഡ്സിനോടുള്ള താല്പര്യം അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ ഇപ്പോൾ എയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ എന്തോരം ടാക്സ് പേ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. സോ നമ്മുടെ ആ ഒരു ബവൻ മോഡൽ ഇക്കോണമിയിൽ വേണ്ടിയിരിക്കുന്ന ടോട്ടൽ ടാക്സ് റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ABEO എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു റെക്റ്റാങ്കിൾ. അപ്പോൾ ഇതിൽ എ എത്രത്തോളം, അതായത് ടാക്സ് പെയർ ആയിട്ടുള്ള എ എത്രത്തോളം വില്ലിംഗ് ആണ് പേ ചെയ്യാനായിട്ട്, GCEO വില്ലിംഗ് ആണ് പേ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ടോട്ടൽ ടാക്സ് റിക്വയർമെൻറ്റിൽ എ എന്ന് പറഞ്ഞിരിക്കുന്ന ടാക്സ് പെയറിൻ്റെ ഡിമാൻഡ് കർവ് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ ഒരു പോയിന്റിൽ നിന്നും എത്രത്തോളം ഇത് വില്ലിംഗ് ടു പേ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാകും. അതായത് ഈ സി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് വെച്ച് കൺസിഡർ ചെയ്യാം. GCEO ആ ഒരു പോയിന്റിലായിരിക്കും ആര് വില്ലിംഗ് ടു പേ ചെയ്യുന്നത്, എ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ടാക്സ് പെയർ വില്ലിംഗ് ടു പേ ദ ടാക്സ്. ഓക്കെ, ആൻഡ് ഇൻ കേസ് ഓഫ് ബിയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ടോട്ടൽ ടാക്സ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, ABEO ആണ്. ഈ ഒരു റെക്റ്റാങ്കിളാണ്, ഇവിടെ എ എന്ന് മാർക്ക് ചെയ്തേക്കാം. ആൻഡ് നമ്മൾ ബിക്ക് എത്രത്തോളം ബി വില്ലിംഗ് ടു പേ ചെയ്യുന്നു, FDEO ഈ ഒരു സ്മോൾ റെക്റ്റാങ്കിളാണ് ഇത് വില്ലിംഗ് ടു പേ. ഓക്കെ, ടാക്സ്. അപ്പോൾ ടാക്സ് വില്ലിംഗ് ടു പേ എയും ബിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഓരോ വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ലിബർട്ടിയാണ് പേ ചെയ്യാനായിട്ടുള്ളത്. അവരുടെ ടാക്സ് റിക്വയർമെൻറ്റ്, ടോട്ടൽ ടാക്സ് റിക്വയർമെൻറ്റിൽ ഇത്ര എമൗണ്ട് ആയിരിക്കും അവർ പേ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദെയർ ഡിമാൻഡ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നൗ വി ആർ മൂവിങ് ടു ദ അഡ്വാൻറ്റേജസ് ആസ് വെൽ ആസ് ദ ലിമിറ്റേഷൻസ് ഓഫ് ബോവൻ മോഡൽ. Advantages and limitations of Bowen model. Advantage. The advantage of Bowen model or the voluntary exchange model is that it takes into consideration the direct correlation between revenue and expenditure in a budget. So ഒരു ബഡ്ജറ്റിൻ്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ കോറിലേഷൻ അത് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മോഡലാണ് ബോവൻ മോഡൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഡയറക്റ്റ് കോറിലേഷൻ മനസ്സിലാക്കാനായിട്ട് ഇത് സഹായിക്കും. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റോൾ ഓഫ് മാർക്കറ്റ് in the allocation of procedures of public sector. So public sector allocation procedures
എത്രത്തോളം മാർക്കറ്റ് ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മോഡലും കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഈ ബോവൻ മോഡൽ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ. ഓൾദോ സിമ്പിൾ ഇൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻ ദിസ് മോഡൽ ഹാസ് ഡിഫിക്കൽട്ടീസ്. സോ വി ആർ മൂവിങ് ടു ദ ക്രിറ്റിസിസംസ്. ഓക്കെ, ഫസ്റ്റ് വൺ, ഇറ്റ് ലിമിറ്റ്സ് ദ സ്കോപ്പ് ഓഫ് ഗവൺമെൻറ് ആക്ടിവിറ്റീസ്. ഗവൺമെൻറ് ആക്ടിവിറ്റീസിന് ഒരു ലിമിറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഗവൺമെൻറ് ക്യാൻ നെയ്തർ അപ്കീപ് ദ പൂവർ നോർ ടേക്ക് സ്റ്റെപ്സ് ടു സ്റ്റെബിലൈസ് ദ എക്കോണമി. ഗവൺമെൻറ്റിന് പൂവറിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ എക്കോണമീനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടോ ഇവിടെ സാധിക്കുന്നില്ല. ഓക്കെ, ദെൻ the third one, it is applicable only when beneficiaries can be observed directly. So ഈ എ എന്ന് പറയുന്ന ടാക്സ് പെയറിനെയും ബി എന്ന് പറയുന്ന ടാക്സ് പെയറിനെയും നമുക്ക് ഡയറക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് എന്താണ് മാർക്കറ്റിൽ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ബോവൻ മോഡൽ ആപ്ലിക്കബിൾ ആവുന്നത്. സോ അതിന് മൂന്നാമത്തെ ലിമിറ്റേഷനാണ്. ആൻഡ് നാലാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് taxation in accordance with the benefit principle would leave distribution of real income unchanged. So taxation benefit principle ആയിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ബട്ട് at that case എന്താ സംഭവിക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും, അൺചേഞ്ച്ഡ് ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദിസ് ഈസ് ഓൾ അബൌട്ട് ബോവൻ മോഡൽ. ദിസ് ഇസ് എ വോളണ്ടറി എക്സ്ചേഞ്ച് മോഡൽ ആൻഡ് ദ സെയിം വേ ലിൻഡാൽ പ്രൈസിംഗ് ആൻഡ് ഇക്വിലിബ്രിയം മോഡൽ ഇസ് ഓൾറെഡി ഡിസ്കസ്ഡ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ലെക്ചേഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.